നമ്മുടെ NHR നാഷണൽ ഹൈവേ 66 അതിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഉദുമ നിയോജക മണ്ഡലത്തിൽ ചെരുമ്പ എന്ന പ്രദേശത്ത് വലിയ കോൺക്രീറ്റ് മതിൽ വരുന്നുണ്ട്. ഈ മതിൽ കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിലായി നമുക്ക് സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണ്. റോഡിൻ്റെ നമ്മൾ ഇവിടെ ഒരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യച്ചങ്ങല കലക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെ നിരവധി സമര പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് നിവേദനം കൊടുത്തു. ഇതുവരെ ഒരു നടപടി ഇല്ലാത്തതിൻ്റെ പേരിലാണ് നാളെ 29-ാം തീയതി 10:30 മണി മുതൽ 3 മണി വരെ പേട്ടക്കടുത്തുള്ള NH66 റീജിയണൽ ഓഫീസിൻ്റെ മുന്നിൽ ധർണ നടത്തുന്നത്. ഇത് നമ്മുടെ അവകാശമാണ്. നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലായി പടിഞ്ഞാറ് വശത്ത് സയൻസ് കോളേജ്, ഉദുമ സയൻസ് ഗവൺമെൻറ് കോളേജ്, അതുപോലെ അവിടെ മദ്രസ 550 കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട്. അതുപോലെ വലിയ പള്ളി, ജുമാ മസ്ജിദ് ഉണ്ട്, വിഷ്ണു മഹാക്ഷേത്രമുണ്ട്, റേഷൻ കട, കൃഷിഭവന്, വില്ലേജ് ഓഫീസ്. എതിർവശത്തുള്ളത് 750ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികവർഗ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഊര്. അതുപോലെ അവിടെ വായനശാലയുണ്ട്, അവിടെ ആയമ്പാറ നഴ്സിംഗ് കോളേജുണ്ട്, ആയമ്പാറ UP സ്കൂളുണ്ട്, വായനശാലയുണ്ട്. 2000 കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ഇവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും ഈ NH66 പുതുതായി വരുന്നതുകൊണ്ട് തടസ്സപ്പെടുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ ഒരു സമരം പ്രഖ്യാപിച്ചത്. നമ്മൾ അവകാശമാണ് ഈ അണ്ടർപാസ് എന്നുള്ളത്. അണ്ടർപാസ് അങ്ങോട്ട് റോഡിൻ്റെ 2 വശത്തെ കുട്ടികൾ കോളേജിൽ പോകണമെങ്കിൽ ഇങ്ങനെ വന്ന് 1 കിലോമീറ്റർ പോയി അവിടെ യൂട്ടേൺ എടുത്ത് വീണ്ടും ഇങ്ങോട്ട് വരണം. ഹൈവേയിൽ എത്തണമെങ്കിൽ തന്നെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഈ 3 കിലോമീറ്റർ നടന്നിട്ട് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, 1 കിലോമീറ്റർ വന്ന് യൂട്ടേൺ ചെയ്തിട്ട് വീണ്ടും പോകണം. ഇത് ശരിക്കും അശാസ്ത്രീയപരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇതിനെതിരെയാണ് നമ്മൾ ഇത് സമരം ചെയ്യുന്നത്. നമ്മൾ വികസനത്തിനെതിരല്ല, വികസന രാജ്യത്തിൻ്റെ ആവശ്യമാണ്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് മതിൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ ഇവിടെ ധർണ നടത്തുന്നത്. ഇനി നമ്മൾ ഈ നേടിയെടുക്കുന്നവർ ശക്തം ഏതറ്റം വരെ പോകണമെങ്കിലും നമ്മളെ അവകാശമാണ്. മരണം വരെ നമ്മൾ നിരാഹാര സമരം അതിൽ നിന്ന് പിന്നോട്ട് 1 ഇഞ്ച് ഈ നേടിയെടുക്കുന്നവരെ നമ്മൾ പുറകോട്ടില്ല. എൻ്റെ പേര് M. നസ്ല, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. ഒരുപാട് ജനങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ. അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ വികസനങ്ങൾ നമുക്ക് ആവശ്യമാണ്. നാം അതിനെ എതിർക്കുന്നില്ല. മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ചെയർമാൻ സംസാരിക്കുന്നതായിരിക്കും. ശരിക്കും പറയാമെങ്കിൽ 2000-ഓളം വരുന്ന കുടുംബക്കാർക്ക് അവരുടെ സൗകര്യാർത്ഥം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാ സമുദായക്കാരും രാഷ്ട്രീയ, ജാതി, മത, വർഗ ഭേദമന്യേ എല്ലാവരുടെയും സംയുക്തമായ ഒരു സമരസമിതിയാണ് നാളെ പേട്ട NH66 റീജിയണൽ ഓഫീസിൻ്റെ മുന്നിൽ ഒരു ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് 2-2.5 വർഷക്കാലമായി ഒരുപാട് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു. അധികാരികൾ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒരു അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗ രാഷ്ട്രീയക്കാരും മതവിഭാഗക്കാരും സാമൂഹിക സാംസ്കാരിക രംഗത്തും മനുഷ്യാവകാശ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രബുദ്ധരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് ഇത് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുകൊണ്ടും സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ന്യായമായ ധർണയാണ്. ഇതൊരു സൂചനയാണ്. ശരിക്കും പറയാമെങ്കിൽ നമുക്ക് നീതി ലഭിക്കാതെ വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ സമരപരിപാടികൾ വീണ്ടും തുടർന്നു പോകുവാനാണ് സമരസമിതി ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഇവിടെ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.